ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ ഈ ഒരു മരം വെച്ചു പിടിപ്പിച്ചാൽ തലമുറകളോളം ധനദേവത വീട്ടിൽ നിലനിൽക്കും, ധനത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് മരമാണ്, അതെങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്, ഏത് സ്ഥലത്താണ് വെച്ച് പിടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ വീഡിയോ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള എല്ലാവരും കാണും. കാരണം ഞാൻ പറയാൻ പോകുന്ന മരം ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീഡിയോ കാണുന്നവരെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. അത് മാത്രമല്ല, ഈ മരം വെച്ചുപിടിപ്പിച്ചാലുള്ള ഫലങ്ങളെ, പിന്നെ വീടിന്റെ ചില ഭാഗങ്ങളിൽ ചെടികൾ പാടില്ല, അതെവിടെയാണ്, എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഇത് ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഒരു ദിവസം വഴിപാട് ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കണം. ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത്. എല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല, അതാണ് സാഹചര്യം. അപ്പം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടെന്ന് കരുതി ഞാനത് എടുത്തെന്ന് കരുതി നോക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം ചിലപ്പം വോയിസ് കേൾക്കണമെന്നില്ല, അല്ലെങ്കിൽ എഴുതിയത് വായിക്കണമെന്നില്ല, തിരക്കാണെങ്കിൽ. അപ്പോൾ അത് ഫ്രീ ആകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതാണ്. വിശകലനം ചെയ്യേണ്ടവർക്ക് അതിൻ്റെ ചെയ്യുന്ന രീതി പറയുന്നതാണ്. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ, ചെയ്യാതിരിക്കാം. ഇതാണ് സാഹചര്യം. ഇനിയും സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. വീഡിയോയിലേക്ക് വരികയാണ്, വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം, മിസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് ഉണ്ടാകുന്ന ഒരു അത്ഭുതകരമായ ദിവ്യമായ അറിവുകളാണ്. ഇത് കാണുന്നത് നിങ്ങളുടെ മുൻജന്മ പുണ്യമെന്ന് വിചാരിച്ചാൽ മതി. ഇത് എനിക്ക് പറയാൻ സാധിക്കുന്നതും ഭഗവാന്റെ ഒരു അനുഗ്രഹം, അത് എൻ്റെ കഴിവല്ല, ദിവ്യമായ ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം വീട്ടിൽ ഈ ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ ധനദേവത, അതായത് മഹാലക്ഷ്മി ധനദേവത തലമുറകളോളം ആ വീട്ടിൽ വസിക്കുക എന്നുള്ളതാണ്. കൊള്ളാമല്ലോ, ഇത് വളരെ ഒരു നല്ല കാര്യമാണല്ലോ എന്ന് ചിന്തിക്കും. ചിലർ വിചാരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, എന്നാൽ പിന്നെ അങ്ങനെ അതൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ചിലർ വിചാരിക്കും ഇതൊക്കെ പറയുന്നത് എന്തായാലും ആരെന്നെ വിചാരിച്ചാലും ഞാൻ പറയുന്ന സത്യമായ കാര്യമാണ്. ചെയ്യുന്നവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ധനദേവത അവരുടെ വീട്ടിൽ വസിക്കുകയും ചെയ്യും തലമുറകളോളം. ആ മരം നിങ്ങൾക്കറിയാവുന്നതാണ്, പക്ഷെ നിങ്ങൾ വീഡിയോ മുഴുവൻ കേട്ടിട്ടേ അത് ചെയ്യാവുള്ളൂ. കാരണം ആ മരം നടുന്നത് എവിടെയാണ്, നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ മരവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. വീഡിയോ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. കൂവള മരമാണ്. ഈ കൂവളം വീടിൻ്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നടാം. തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നടാന്നുള്ളതാണ്. അപ്പം ഈ വടക്ക് ഭാഗത്ത് കൂവളം നട്ടാലും ഐശ്വര്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നടുന്നതാണ് കൂടുതൽ നല്ലത്. ഇനിയും കൂവളം നട്ടാൽ, നമ്മൾ നട്ടുപിടിപ്പിച്ചാലുള്ള ഫലം എന്താണ്? അതായത് കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്രങ്ങൾ ദർശനം ചെയ്ത പുണ്യം കിട്ടും ഒരു കൂവളം നട്ടുപിടിപ്പിച്ചാൽ. മാത്രമല്ല അശ്വമേധയാഗം ചെയ്ത ഫലം കിട്ടുമെന്നാണ്. അത് മാത്രമല്ല 1000 പേർക്ക് അന്നദാനം ചെയ്ത പുണ്യം കിട്ടുമെന്നുള്ളതാണ്. ഒരു കൂവളം നട്ടുപിടിപ്പിച്ചാലുള്ള ഫലം പറയുന്നത്. മാത്രമല്ല ആ വീട്ടിൽ ധനദേവത തലമുറകളോളം വസിക്കുക എന്നുള്ളതാണ്. അപ്പം കൂവളം നമ്മൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ, ഇനി കൂവളം നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ്? കൂവളത്തിന്റെ ചുവടൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാട് പിടിച്ചൊന്നും കിടക്കരുത്. കാട്ടിനകത്ത് വല്ലതൊക്കെ കയറിയിരുന്ന അറിയത്തില്ല, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കൂവളത്തിന് ചോട്ടി രാവിലെയും വൈകിട്ട് നിന്ന് പ്രാർത്ഥിക്കാം. ഓം നമഃശിവായ ജപിക്കാം. നമ്മളുടെ എല്ലാവിധ പാപങ്ങളും മാറിക്കിട്ടും. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സകല കർമ്മദോഷങ്ങളെ മാറ്റുവാൻ കൂവളച്ചോട്ടി നിന്ന്, നിങ്ങളുടെ വീട്ടിലെ കൂവളത്തിന്റെ ചോട്ടി നിന്ന് ഓം നമഃശിവായ വാ കൊണ്ട് ജപിക്കുക. 1 തവണയോ 3 തവണയോ, 1 തവണ ജപിച്ചാൽ പോലും ഫലമുണ്ടാകും. ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്യുക. കൂവളത്തിന്റെ ചൂടെല്ലാം വൃത്തിയാക്കി ഇടണം കേട്ടോ. കാടൊന്നും പിടിച്ച് കിടക്കരുത്. അത് ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വല്ലതൊക്കെ കയറി ഇരുന്നാലും അറിയത്തില്ല. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയും ഈ ഓം നമഃശിവായ ജപിച്ചു കഴിഞ്ഞ് ശിവായ നമ
ഓം ഐം ഹ്രീം ക്ലീം നമ. ഇങ്ങനെ മന്ത്രവും കൂടെ ജപിക്കുക. അത് സമ്പത്തിനും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയാണ്, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ്. ഓം നമ ശിവായ ജപിച്ചു കഴിഞ്ഞ് ശിവായ നമ ഓം ഐം ഹ്രീം ക്ലീം, ഓം ഐം ഹ്രീം ക്ലീം നമ, ശിവായ നമ ഓം ഐം ഹ്രീം ക്ലീം നമ. ഇങ്ങനെ ജപിക്കുക. അത് ഒരു തവണയോ 3 തവണയോ ജപിക്കുക, നിത്യേന ജപിക്കുക. ആ വീട്ടിൽ ധനദേവത തലമുറകളോളം നിലനിൽക്കും. മാത്രമല്ല കൂവളത്തെ പരിപാലിക്കണം. എങ്ങനെ പരിപാലിക്കുന്നത്? കൂവളത്തിന് വെള്ളം ഒഴിക്കുക രാവിലെയും വൈകിട്ടും. കൂവളത്തെ പരിപാലിച്ചാൽ മഹാപുണ്യമാണ്. ഞാനിത് വെറുതെ പറഞ്ഞു തരുന്നതല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ കൂവളമുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു തരുന്നു. അതിൽ നിന്ന് എനിക്ക് ഭഗവാൻ തന്ന ഉൾജ്ഞാനം, അന്തർജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഈ വീഡിയോ ഇടുന്നത് ഇന്ന് കൂവളത്തെ രഹസ്യം പറഞ്ഞുതരാൻ ഇരുന്നതല്ല. പക്ഷെ എൻ്റെ ഭഗവാൻ എനിക്ക് ഉൾക്കാഴ്ച തന്ന കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. അത് ഭഗവാൻ തന്ന ജ്ഞാനമായി പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ കഴിവൊന്നുമില്ല, എനിക്ക് അറിവുമില്ല, കഴിവുമില്ല, ഒന്നുമില്ല, എല്ലാം ഭഗവാനാണ്. ഈ ഒരു നിമിഷം അത് ഭഗവാൻ എനിക്ക് തന്നതാണ്. ഭഗവാന് നന്ദി. കാരണം ഇത്തരം കാര്യങ്ങളല്ല പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഭഗവാന് നന്ദി പറയുക. അപ്പൊ ഇങ്ങനെ കൂവളത്തിന് വെള്ളം ഒഴിക്കാം, മഹാപുണ്യമാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തന്നെയാണ് കൂവളം. കൂവളം ഉള്ളിടത്ത് മഹാലക്ഷ്മി ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. എങ്കിലും ഞാനീ പറഞ്ഞ പോലെ ചെയ്യുക. ഇനിയും കൂവളത്തില പറിക്കുന്നത് ചില ദിവസങ്ങളിൽ പറിക്കാൻ പാടില്ല. മാസപ്പിറവി, പൗർണമി, വെളുത്ത വാവ് അറിയാമല്ലോ, അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്, പിന്നെ അഷ്ടമി, നവമി. ഈ അഷ്ടമി നവമി വരുന്ന തിഥികള്, അഷ്ടമി നവമി ചതുർത്ഥി വരുന്ന തിഥികളെ, തിങ്കളാഴ്ചകള്, ഈ ദിവസങ്ങളിൽ കൂവളത്തില പറിക്കുവാൻ പാടില്ല. തലേദിവസം വേണമെങ്കിൽ നമുക്ക് പറിച്ചു വയ്ക്കാം. പറിക്കുന്നവരുടെ കൂവളത്തില പറിക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. ഇനിയും ഈ കൂവളത്തില കൊണ്ടുള്ള മാലയോ കൂവളത്തിലെ അർച്ചനയോ, ശിവഭഗവാന് കൂവളത്തിലെ അർച്ചന, പിൻവിളക്ക്, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് എന്ത് വഴിപാട് ചെയ്താലും പെട്ടെന്ന് ഫലം ഉണ്ടാവും. ഭഗവാന് പിൻവിളക്കിന് രസീത് എടുത്തിട്ട് കൂവളത്തിലെ അർച്ചനയ്ക്ക് കൂടെ രസീത് എടുത്ത് അത് കഴിഞ്ഞ് എന്ത് വഴിപാട് ചെയ്താലും, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്താലും, എന്ത് ചെയ്താലും, ശിവക്ഷേത്രത്തിൽ ചെയ്താൽ പെട്ടെന്ന് ഫലം. നിങ്ങൾ ചെയ്ത് നോക്കുക. കൂവളത്തിലെ അർച്ചനയ്ക്ക് വലിയ പുണ്യമുണ്ട്. കാരണം നമ്മുടെ മുൻജന്മങ്ങളിലെ പാപങ്ങൾ, കർമ്മഫലങ്ങൾ, കർമ്മദോഷങ്ങൾ, ഇതൊക്കെ തീരും കൂവളത്തില കൊണ്ട് ഭഗവാനെ ശിവക്ഷേത്രത്തിൽ അർച്ചന ചെയ്താൽ. അത് രാവിലെയോ വൈകിട്ടോ ചെയ്യാം. ശിവക്ഷേത്രത്തിൽ വൈകിട്ട് വഴിപാട് ചെയ്യുന്നതിന് വിശേഷ ഫലമുണ്ട് കേട്ടോ. പെട്ടെന്ന് മാറ്റം വരും, നമ്മുടെ പാപങ്ങൾ പെട്ടെന്ന് ശമിക്കും. രാവിലെ ചെയ്യുന്നത് നല്ലത് തന്നെയല്ല എന്നല്ല പറഞ്ഞാൽ, വൈകിട്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രാവിലെ ചെയ്താലും ഫലം ഉണ്ടാകത്തില്ല എന്നല്ല പറഞ്ഞു. അപ്പം ഇങ്ങനെ കൂവളത്തിലെ അർച്ചനയോ കൂവളത്തെക്കുറിച്ച് അറിയുന്ന തന്നെ മഹാപുണ്യമാണ്. എൻ്റെ വീട്ടിൽ കൂവളം ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് തേവരുനട മഹാദേവ ക്ഷേത്രത്തിലേക്കും തേവരുനടയല്ല, ആരമല മഹാദേവ ക്ഷേത്രത്തിലേക്കും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കും ഒക്കെ ഈ മാല കിട്ടുന്നവർ ഒന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. അത് ചോദിച്ച് പറഞ്ഞു വരുന്നതാണ്. എങ്കിലും അത് നമുക്കൊരു സന്തോഷമാണ്. ഇതെല്ലാം ഭഗവാന്റെ ഒരു ഇച്ഛയാണ്. കാരണം നമ്മൾ അതുപോലെയാണ് കൂവളം പരിപാലിക്കുന്നത്. അതുകൊണ്ടാണ്. അവിടെ മഹാലക്ഷ്മി ഉണ്ട്, ഭഗവാന്റെ അനുഗ്രഹങ്ങളുണ്ട്. അവിടെ ആ കൂവളത്തിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ജീവിതം മാറും. പറഞ്ഞു മനസ്സിലായത്? അപ്പൊ ഇത് ഒരു കൂവളം നട്ടാലുള്ള ഫലമാണ് ഞാൻ പറഞ്ഞത്. അത്ര ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതാണ് കൂവളം. ഇപ്പൊ ഈ കൂവളം ശരിയായിട്ട് മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ നട്ടു ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ, മനഃശുദ്ധിയാണ് പ്രധാനം കേട്ടോ. മനഃശുദ്ധി, ഭഗവാനോടുള്ള നിഷ്കാമമായ ഭക്തി, മനഃശുദ്ധി, ഇതാണ് പ്രധാനം. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകും, യാതൊരു സംശയം വേണ്ട. ഏതൊരു വീട്ടിലാണേലും ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേക്കണം. ഗ്രഹനാഥ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുടുംബം പെട്ടെന്ന് രക്ഷപ്പെടും. അവിടെ ഐശ്വര്യ ദേവത കളിയാടും. ഈ സൂര്യോദയത്തിന് മുമ്പുള്ള സമയത്തിന് ചില പ്രത്യേകതകളുണ്ട്. സൂര്യോദയത്തിന് മുമ്പ് ഉള്ള പ്രാർത്ഥനകൾ അല്ലെ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കുമെന്നുള്ളതാണ്. പ്രാർത്ഥനകൾ ഫലം കാണും.
ആ സമയത്ത് പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക ഊർജമാണ്. അത് വേറൊരു സമയത്തും കിട്ടത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 മാസം പരീക്ഷിച്ച് നോക്കിയോ, ആ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് തുടർന്നും ചെയ്യാം. നിങ്ങൾ തുടർന്ന് ചെയ്യും. ഒരു സൂര്യോദയം ശരാശരി 6:30 അടുത്തായിരിക്കും മിക്കവാറും. ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുമെന്നുള്ളൂ. നിങ്ങളൊരു 6 മണിക്കോ അല്ലെങ്കിൽ ഒരു 5:45 എഴുന്നേക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഐശ്വര്യ ദേവത ആ വീട്ടിൽ കളിയാടും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു 6:30 കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നവർക്കൊക്കെ എപ്പോഴും മാനസികമായ സ്ട്രെസ് പ്രശ്നങ്ങളെ ഒക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളൊരു അനുഭവത്തിലൂടെ ഒരു കാര്യം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അതിനപ്പുറത്ത് വലിയൊരു അനുഭവമില്ല. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഒരു വീട്ടില് ഒരു ഒരു ഭർത്താവായിക്കോട്ടെ, മോശം കൂട്ടുകെട്ടുകൾ അല്ലെ മോശം റിലേഷൻ അല്ലെ സ്വഭാവം നല്ല രീതിയിലല്ല, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭാര്യ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി വെള്ളിയാഴ്ചകൾ ഒരു 6-നും 6:30-ക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ 6-നും 7-നും ഇടയ്ക്ക് രാവിലെ ചെയ്ത് നോക്കുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഉറപ്പായിട്ടും മാറ്റം വരും. ആ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും ഐക്യവും ഉണ്ടാകും. എത്ര മോശം സ്വഭാവമുള്ളവരും നന്നാകും എന്നുള്ളതാണ്. ഇനിയും തിരിച്ച് ഭാര്യയാണ് ഒരു സ്വഭാവം അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിനും ചെയ്യാം. എത്ര കുടുംബങ്ങളും ഐക്യമാകും, സന്തോഷമാകും, സമാധാനമാകും, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അത്ഭുതമായ കാര്യമാണ്. ഞാൻ പലപ്പോഴും ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചില ഗ്രഹനിലകളിൽ ലഗ്നാലോ ചന്ദ്രാലോ 7-ാം ഭാവമായിട്ട് ചൊവ്വ ക്ഷേത്രമോ ശനി ക്ഷേത്രമോ വരികയോ ചൊവ്വായോ ശനി അവിടെ നിൽക്കുകയോ ചെയ്താൽ, അത് ഭാര്യയുടെ ജാതകത്തിലാണെങ്കിൽ ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യാൻ ഞാൻ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഭർത്താവിന്റെ ജാതകത്തിലാണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യാനും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ചില അനുഭവങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ആവർത്തിക്കുന്ന ചില ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. കുടുംബത്തിൽ ഏറ്റവും പ്രധാനമാണ് ഗ്രഹനാഥന്റെയും ഗ്രഹനാഥയുടെയും ആ ഒരു ഐശ്വര്യം. ആ കുടുംബത്തിന് ഏറ്റവും പ്രധാനം അച്ഛനും അമ്മയുടെയും ഒരു ഐശ്വര്യവും അവരുടെ ഒരു 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 ഐശ്വര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾക്കും അതിന്റെ ഗുണം ഉണ്ടാകുന്നത്. അതായത് ഗ്രഹനാഥനും ഗ്രഹനാഥയുടെയും ഒരു ഒരു നല്ല ഒരു ഉയർച്ചയും നല്ല ഒരു മനസ്സിന്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വീടിന് പ്രാധാന്യമാണ്. അതൊക്കെ നല്ല രീതിയിലാകുമ്പോഴേ ഒരു ഒരു കുട്ടികൾക്കാണെങ്കിലും അത് ഗുണം ചെയ്യുന്നത്. വീട്ടിൽ എപ്പോഴും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണെങ്കിൽ ആ കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു വരാനോ നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടാകണമെന്നൊന്നും വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുക. അപ്പൊ ഒരു ഗ്രഹനാഥന്റെയും ഗ്രഹനാഥയുടെയും മാനസിക സ്ഥിതിയും അവരുടെ ഈശ്വരാധീനവും ഒരു കുടുംബ ഐശ്വര്യത്തിന് വളരെ പ്രധാനമാണെന്നുള്ളതാണ്. അപ്പൊ ഇത് ആശ്ചര്യമായ കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ്. കുടുംബ ഐശ്വര്യത്തിന് ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും ഈ സൂര്യോദയത്തിന് മുമ്പുള്ള സമയത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് പ്രപഞ്ചം ഉണരുന്ന സമയമാണ്, പ്രകൃതി ഉണരുന്ന സമയമാണ്, ഉണർവിന്റെ സമയമാണ്. ഈ സമയത്താണ് ഋഷിമാരും മഹർഷിമാരും യോഗീശ്വരന്മാരും എല്ലാം പ്രാർത്ഥനകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഈശ്വരബോധം പെട്ടെന്ന് ഉണ്ടായി വരുന്നത്. അവർ ഈശ്വരനെ അനുഭവിക്കുന്നുണ്ട്, അവർക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അവർ ദൈവത്തെ അനുഭവിക്കുകയാണ്. അപ്പൊ ഈ സൂര്യോദയത്തിന് മുമ്പുള്ള, അതായത് രാവിലെ 6:30-ക്ക് മുമ്പുള്ള ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറുള്ള സമയം നമ്മൾ വീട്ടിൽ നല്ല പ്രാർത്ഥനകൾക്കായിട്ട് ചെലവഴിച്ചാൽ, നല്ല ചിന്തകൾ ഉണ്ടായാൽ, ആ സമയം നല്ല ചിന്തകൾ ഉണ്ടായാൽ അതൊക്കെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതാണ്. അത്ഭുതമായ കാര്യമാണ്. ഈ സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇത് ഈ സമയം അറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പം കുടുംബത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ മക്കള് ഇപ്പം തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോകുന്നു, അല്ലെ ഭർത്താവ് പോകുന്നു, അല്ലെ ഭാര്യ പോകുന്നു. എപ്പോഴും ദുരിതങ്ങളോട് ദുരിതമാണ്. നിങ്ങളുടെ ഈ സാമ്പത്തികമില്ല, നിങ്ങൾക്ക് ഒരു സാമ്പത്തികം വേണ്ട. രാവിലെ ഒരു 6:30-ക്കും അരമണിക്കൂർ മുമ്പ് 6 മണിക്കോ 5:45 എഴുന്നേൽക്കുന്നതിന് സാമ്പത്തികം ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. 1 രൂപ മുടക്കില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് ഈശ്വരനെ വിളിക്കുക, പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, അല്പനേരം മൗനമായിട്ടിരിക്കുക, അല്പനേരം ഒരു സംസാരമില്ലാതെ മനസ്സൊരു ചിന്തയില്ലാതിരിക്കുക, ആ പ്രകൃതിയെ നോക്കിയിരിക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ചെയ്താൽ മതിയെന്നേ, അത്ഭുതകരമായ ജീവിതം മാറ്റം വരും. 1 രൂപ മുടക്കിന്റെ കാര്യമല്ല, 5 പൈസ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ 1 മാസം പരീക്ഷിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു 3 മാസം പരീക്ഷിച്ച് നോക്കുക. ആ വീട്ടിലേക്ക് വലിയ ഐശ്വര്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. ഇനിയും വീടിന്റെ ചില മൂലകളിൽ ചെടികൾ പാടില്ല, മരങ്ങളല്ല ചെടികൾ. ഏത് മൂലയാന്ന് പറയാം, ഞാൻ പറഞ്ഞുതരാം. വടക്ക് കിഴക്കേ മൂലയിൽ
കഴിവതും ഒഴിച്ചിടുക. ചെടികൾ പാടില്ല. അതായത് വടക്കിഴക്കേ മൂലയിൽ ഈ വള്ളിച്ചെടി, കള്ളിമുൾച്ചെടി, അങ്ങനെ ചെടികൾ കഴിവതും പാടില്ല, ഒഴിച്ചിടുക. മരങ്ങൾ ഇപ്പം നല്ല അവിടെ നിർത്താൻ പറ്റിയ മരങ്ങൾ നിൽക്കുന്നിടത്തിടുക, ചെടികൾ പാടില്ല. അത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ വീടിന്റെ പ്രധാന വാതിലിന് നേരെ മരങ്ങൾ പാടില്ല. ഇപ്പം വീടിന്റെ പ്രധാന വാതിലിന് നേരെ ഒരു മരം ഉണ്ടെങ്കിൽ വെട്ടിക്കളയാൻ ഞാൻ പറയത്തില്ല. നിങ്ങൾ ഇനിയും വെച്ച് പിടിപ്പിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങളായിട്ട് വെച്ച് പിടിപ്പിക്കരുത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള. അതുപോലെ നമ്മൾ വീടിന് അകത്തുനിന്ന് വെളിയിലോട്ട് കയറുമ്പോൾ പ്രധാന വാതിലിന് മുകളിലായിട്ട്, പ്രധാന വാതിലിന്റെ കട്ടളയ്ക്ക് മുകളിലായിട്ട് വെളിയിൽ, അതായത് സിറ്റ് ഔട്ടിൽ ഒരു മുഖം നോക്കുന്ന കണ്ണാടി, എന്ന് വെച്ചാൽ മെർക്കുറി ഉള്ള കണ്ണാടി വെക്കുക. നല്ലതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഈ കണ്ണാടി അറിയാതെങ്കിലും കാണും, അല്ലെ നമ്മുടെ ബോധം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തുറിച്ചു നോക്കിയാൽ നമ്മുടെ ബോധം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ മുന്നിലുള്ളതല്ല. അപ്പോഴേ ഈ കണ്ണാടി എന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ല. അപ്പം നമ്മുടെ മൈൻഡും അതുപോലെ ബ്ലാങ്ക് ആവും. അപ്പോഴേ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കുറയാൻ അത് ഉപകരിക്കും. ഇനി പലരും നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരാണ്. അവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണെന്ന് നമുക്കറിയത്തില്ല. ചിലർക്ക് നമ്മളോട് സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ചാലും നമ്മളോട് വലിയ സന്തോഷമൊന്നും കാണത്തില്ല, ഉള്ളിൽ ചിലപ്പം വെറുപ്പായിരിക്കും. അങ്ങനെ ഉള്ളവരാണെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോൾ അറിയാതാണെങ്കിലും ഈ കണ്ണാടി ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രദ്ധയപ്പെടും. അപ്പോൾ ആ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ മൈൻഡ് ബ്ലാങ്ക് ആകും. അവരുടെ ആ നെഗറ്റീവ് ചിന്താഗതിയുടെ പവർ കുറയും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ, വീട്ടിൽ ഇങ്ങനെ കണ്ണാടി വെക്കുന്നത് നല്ലതാണ്. അത് വീട്ടുകാർക്കും നല്ലതാണ്, വരുന്നവർക്കും നല്ലതാണ്. നെഗറ്റീവ് ചിന്തകൾ കുറയും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പൂജാമുറിയിൽ ഒരു കണ്ണാടി വെക്കുന്നതല്ല, ഒരു വട്ടക്കണ്ണാടി. നമ്മളിപ്പം പല പല ടെൻഷനോട് കൂടിയായിരിക്കും പൂജാമുറി ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കണമെന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എവിടെയോ, നിങ്ങൾക്ക് സൗകര്യമുള്ള വീടിന്റെ നിങ്ങൾ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്ന എവിടെയോ, അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പൂജാമുറി ഉണ്ടാക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ സാമ്പത്തികം പോലെ ചെയ്യുക. പൂജാമുറി ഉള്ളവർ പൂജാമുറി ചെയ്യുക, അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എവിടെയാണോ അവിടെ ഒരു വട്ടക്കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി വെക്കുന്നല്ലോ. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ പല ടെൻഷനോട് കൂടിയായിരിക്കും ഈശ്വരന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്. അപ്പൊ മനസ്സിൽ പല ചിന്തകൾ കാണും. അപ്പൊ ഒരു കൃഷ്ണന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് സമീപത്തായിട്ട് വെക്കുക. അപ്പൊ നമ്മുടെ ഈ കണ്ണാടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്രദ്ധ അറിഞ്ഞോ അറിയാതെ പെടും. അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ്, കണ്ണാടി ഒന്നുമില്ല, ബ്ലാങ്കാ. നമ്മുടെ മെർക്കുറി ഉള്ള കണ്ണാടി, മുഖം നോക്കുന്ന പോലെ മുഖം നോക്കുന്ന കണ്ണാടി. അപ്പൊ ഈ കണ്ണാടി നോക്കുമ്പോഴത്തേന് നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആവും. അപ്പോഴേ നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങള്, നെഗറ്റീവ് ചിന്താഗതികളെ, ടെൻഷനൊക്കെ മാറി അത്രയും സമയം പ്രാർത്ഥിക്കുന്ന അത്രയും സമയം മനസ്സൊരു ശൂന്യമായ അവസ്ഥയിലേക്ക് വരാൻ ഉപകരിക്കും. ഇതാണ് പൂജാമുറിയിൽ കണ്ണാടി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം. അത് കൃഷ്ണന്റെ ഫോട്ടോയുടെ അടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ജഗത് പാലകനാണ്. ഭഗവാൻ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങൾ കാണും. അപ്പം ഭഗവാന് ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഭഗവാൻ വിഷ്ണു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നതെന്നാണ്. വിഷ്ണുവിന്റെ തന്നെ അംശമാണ് കൃഷ്ണനും. അപ്പൊ ജഗത് പാലകനാണ്. അപ്പൊ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഭഗവാന് പെട്ടെന്ന് പരിഹരിച്ചു തരാൻ പറ്റും. അതാണ് ഭഗവാന്റെ അടുത്ത് കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം. ഭഗവാന്റെ പുറകെ കൊണ്ട് വെക്കരുത്. ഭഗവാന്റെ ഫോട്ടോയുടെ സമീപം സൈഡിലായിട്ട് വെക്കണം. അത് ഇടത് സൈഡോ വലത് സൈഡോ ഏത് സൈഡ് വെച്ചാലും കുഴപ്പമില്ല, പുറകെ കൊണ്ട് വെക്കരുത്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. തീർച്ചയായിട്ടും ജീവിതം മാറ്റുന്ന നല്ല കാര്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.